ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ കാണിക്കുന്നത്. എല്ലാം കിങ് സൈസ് ആണ്. ലൈറ്റ് വെയിറ്റും ഉണ്ട്, അല്ലാതെ സാധാ കിങ് സൈസും ഉണ്ട് കേട്ടോ. നമുക്കില്ലേ ഇന്നത്തെ കിങ് സൈസ്, നമുക്ക് ഇന്ന് സാധാ കിങ് സൈസ് വരുമ്പോൾ 100x108 ഇഞ്ചസ് ഉണ്ടാവും. പിന്നെ നമുക്ക് സൂപ്പർ കിങ് സൈസും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ആദ്യം കാണിക്കുന്ന രണ്ടെണ്ണം സൂപ്പർ കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. അതായത് ചില ആൾക്കാരുടെ വീട്ടിൽ ഒരു 12 ഇഞ്ചോളമുള്ള മാട്രസ് കാണും. അവരുടെ വീട്ടിലത്തെ ആവശ്യമുള്ളതാണ് കേട്ടോ ഇതെല്ലാമേ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ആദ്യത്തെ ഡിസൈന്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല പ്രീമിയം ക്വാളിറ്റി ബെഡ്ഷീറ്റ് ആട്ടോ. അതായത് നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു വലിയൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നേ, ആ ബ്രാൻഡിന്റെ അതേ ക്വാളിറ്റിയിലുള്ള ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. അതിനകത്ത് അത്ര ഭംഗിയും ഉണ്ട്, അത് തന്നെയല്ല അതിന്റെ സോഫ്റ്റ്നെസ്, അതിന്റെ ആ 100% കോട്ടൺ എന്ന് പറയുമ്പോൾ അത് തന്നെ കറക്റ്റ് ആയിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. സൂപ്പർ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഈ സൂപ്പർ കിങ് സൈസ് ബെഡ്ഷീറ്റിന്റെ സൈസ് വന്നിട്ട് 108x108 ആണ് കേട്ടോ. ഇതാണ് അതിന്റെ പില്ലോ കവർ. നല്ല രണ്ട് വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇനി വൈറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പക്ഷെ നല്ല ഭംഗിയായിട്ട് നല്ല തീമായിട്ട് തോന്നുന്ന ഒരു ഷീറ്റ് ആട്ടോ ഇത്. ഇതുണ്ട് എന്ത് രസമായിട്ടെന്ന് നോക്കിയാൽ, നല്ലൊരു ലൈറ്റ് ഗ്രേ കളറില് ഈ ഒരു കളർ വരുമ്പോൾ, നല്ല ഗ്രേപ്പ് കളർ വരുമ്പോൾ എന്ത് രസമാണ്. നല്ല രസമായിട്ട് നല്ല പ്രീമിയം തുണിയാണ്, പ്രീമിയം ക്വാളിറ്റിയാണ്. സൂപ്പർ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ കയ്യിൽ നോർമൽ ആയിട്ടുള്ള കിങ് സൈസും ലൈറ്റ് വെയിറ്റ് ഉണ്ട്, ക്യൂൺ സൈസും നോർമൽ ആയിട്ടുള്ള കിങ് സൈസും ഉണ്ട് കേട്ടോ. ലൈറ്റ് വെയിറ്റ് 100% കോട്ടൺ ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് കേട്ടോ. ഇതിന്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ഇനി ഞാൻ കാണിക്കുന്നത് നല്ല ബോർഡർ ബെഡ്ഷീറ്റ് ആട്ടോ. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചില ദിവസങ്ങൾ ഈ ബോർഡർ ബെഡ്ഷീറ്റ് കാണുമ്പോൾ നമ്മൾ മടുക്കത്തില്ലേ എന്ന് ചോദിക്കും കേട്ടോ. ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഇത് കാണിക്കുന്ന ഞാനും നിങ്ങളും മടുക്കത്തില്ലേ എന്ന്. ആക്ച്വലി എന്നാൽ ഇതിന്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് എല്ലാ ദിവസവും കാണിക്കാം. ആ ഒരു കോൺഫിഡൻസ് തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ലൈക്ക് ഇത് നല്ല ഭംഗിയായിട്ടുള്ള, നല്ല എന്താ പറയുന്നത്, നല്ല തിക്കായിട്ടുള്ള കോട്ടണിൽ 4 സൈഡിൽ ബോർഡർ ഉള്ള ഷീറ്റ് ആട്ടോ. അത് നമ്മൾ കളർ ഗ്യാരണ്ടിയോട് കൂടിയാണ് തരുന്നത്. കളർ ഗ്യാരണ്ടി മീൻസ് ആക്ച്വലി കളർ ഒന്നും പോകത്തില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഉള്ളത്, നമ്മൾ വലിയ കിങ് സൈസ് വലുതാന്ന് ഓർത്ത് നിങ്ങൾ ഒത്തിരി സോപ്പ് പൊടിയൊന്നും വാരിയിടണ്ട കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ല രസത്തിലുള്ള ഒരു ഷീറ്റ്. ഇതുണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കി. ഈ ഒരു ഷീറ്റില് ഇതെല്ലാം കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. രണ്ട് വലിയ പില്ലോ കവർ ഉണ്ട്. ഈ ഒരു ബെഡ്ഷീറ്റിന് സെന്റർ പോർഷൻ നല്ല തിക്കായിട്ടുള്ള പോർഷൻ ആണ്. യൂഷ്വലി ഈ സൈഡ് ബോർഡർ ഇച്ചിരി തിക്കായിരിക്കും, പക്ഷെ ഈ ഷീറ്റിന്റെ ഉണ്ടല്ലോ ഇച്ചിരി ലൈറ്റ് വെയിറ്റ് ആണ്. ചില ഷീറ്റ്സിന് അങ്ങനെ ലൈറ്റ് വെയിറ്റ് വരുമ്പോൾ നമുക്ക് ആ കളർ കോമ്പിനേഷൻ സെറ്റ് ആകാനും, പിന്നെ ചില ആൾക്കാർക്ക് ഒരുപാട് വെയിറ്റ് ഒന്നും വേണ്ടല്ലോ. പക്ഷെ ഇത് നല്ല കോട്ടൺ ആട്ടോ, 100% നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആണ്. ഇത് കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. ഈ കിങ് സൈസ് ബെഡ്ഷീറ്റിന്റെ മെഷർമെന്റ് വന്നിട്ട് 100x108 ഇഞ്ചസ് ആട്ടോ. ഇനി വരുന്നത് ഇതും ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഈ ഡോട്ട് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഷീറ്റ്സ് കിട്ടാൻ കുറച്ച് പാടാട്ടോ. നമ്മൾ ഈ എപ്പോൾ പർച്ചേസ് ചെയ്യുന്നാലും ഈ ഒരു സാധനം ഡോട്ട്, സ്ക്വയർ, മീൻസ് അതായത് ജോമെട്രിക്കൽ പ്രിന്റ് ഇല്ലേ, അത് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾക്ക് കിട്ടുമ്പോൾ ഇല്ലേ നല്ല സന്തോഷം ഉണ്ടാവും. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതുപോലെ ഈ ബെഡ്ഷീറ്റിന്റെ കാര്യം എനിക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശക്തിയൊക്കെ ഉണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഇത് കണ്ടോ, നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള സൈഡ് ബോർഡർ. ഇത് കണ്ടോ, നല്ലൊരു വൈറ്റ് കളറാണ്, നല്ലൊരു രസമാണ്. പക്ഷെ എല്ലാവരും നല്ലതായിട്ട് വീഡിയോ കാണണം കേട്ടോ. നമുക്ക് ചില ദിവസം നമ്മൾ ശക്തി ഇല്ലെങ്കിലുണ്ടല്ലോ, നമ്മളൊരു കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ വന്ന് നമ്മൾ അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ അത് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഒരു കാര്യം ഇങ്ങനെ നിർത്തി പോകാൻ നിർത്തി പോകരുത്. അപ്പം നമ്മളോട് തന്നെ ചെയ്യുമ്പോൾ ഒരു സുഖമില്ലല്ലോ. അപ്പം നമ്മൾക്ക് പറ്റുന്ന അത്രയും സ്ലോലി അത് ചെയ്യണം കേട്ടോ. എന്നാലാണ് അതിനൊരു സുഖമുള്ളൂ. ഇത് കണ്ടോ, രണ്ട് വലിയ പില്ലോ കവേഴ്സ്. പിന്നെ എല്ലാ പണിയും കൂടെ ഒറ്റയടിക്ക് തീർത്തിട്ട് പോയി ഞാൻ ഇനി മല മറിക്കൂന്ന് പറഞ്ഞ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ലേഡീസ് നമ്മളെ നോക്കത്തില്ല. ലൈക്ക് നമ്മളെല്ലാവരെയും നോക്കും, പക്ഷെ നമ്മൾ നോക്കത്തില്ല. അപ്പം നമ്മൾ നോക്കണം കേട്ടോ, എന്നാലേ ശരിയാവത്തുള്ളേ. ഒരുപാട് പേരുടെ ഒരു പ്രശ്നങ്ങളാണത് കേട്ടോ. ഇത് കണ്ടോ, നല്ലൊരു ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റ്. ഇത് നല്ല രസമാട്ടോ, എന്ത് രസമാണെന്ന് നോക്കിയാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. എനിക്ക് നല്ല ഇതിപ്പം ഇന്ന് സ്റ്റോറിൽ ആരെങ്കിലും വന്നാൽ അപ്പം തന്നെ ഇത് രാവിലെ എടുക്കുന്ന വീഡിയോ.
നേരം വെളുക്കുമ്പോൾ എടുക്കുന്ന വീഡിയോ. അപ്പോൾ ഇന്ന് സ്റ്റോറിൽ ആരെങ്കിലും വന്ന് ആദ്യം ഈ ഷീറ്റായിരിക്കും കൊണ്ടുവന്നത്. കാരണം വെച്ചാൽ അത്ര ഭംഗിയായിട്ടോ ഇത് കാണാനേ. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ്. നല്ല രസത്തിലുള്ള സൈഡ് ബോർഡർ. അപ്പോൾ ഇന്ന് കാണിച്ചെല്ലാം കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. മാഗ്നസ്കേപ്സ് വരേണ്ട വഴിയുണ്ടല്ലോ, എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ്. ഈ ചെറുപറമ്പത്ത് റോഡിലോട്ട് കയറുമ്പോൾ നമ്മൾ ആദ്യം ഒരു HP വേൾഡ് കാണും, അതിൻ്റെ അപ്പുറത്ത് ഒലിവിയ കാണും, ലോട്ടസ് കാണും. ഇതിൻ്റെ എല്ലാം നടുക്കുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ പില്ലർ നമ്പർ 795 നോക്കി വരുമ്പോൾ എളുപ്പമാണ്. കടവന്ത്രയിൽ നിന്ന് വരുമ്പോഴും ചെറുപറമ്പത്ത് പോകുമ്പോൾ ലൈറ്റും ലെഫ്റ്റൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ടുള്ള നല്ല ഒരു വഴിയാണ് ഈ ചെറുപറമ്പത്ത് റോഡ്. അവിടെ ഇങ്ങോട്ട് വഴി ഇങ്ങോട്ട് വരും 100 meters പോലും വരണ്ട, 100 ഒരു 150 കൂട്ടിക്കും. അപ്പോൾ ഫസ്റ്റ് ക്രോസ് റോഡ് സെക്കൻഡ് ഗേറ്റ് ആണ് നമ്മുടെ മാഗ്നസ്കേപ്സിന്റെ കടയുള്ളത്. അവിടെ നമുക്ക് ഒരു വണ്ടിക്ക് പാർക്കിംഗ് ഉള്ളത്. അതായത് ഒരു വലിയ വണ്ടി എന്ന് ഞാൻ പറയത്തില്ല, ഒരു മീഡിയം വണ്ടി. ഒരു മീഡിയം വണ്ടി എന്ന് പറഞ്ഞാൽ ഇനോവയൊക്കെ പറ്റും, എന്നാലും പറ്റും കേട്ടോ. പക്ഷെ നമുക്ക് ബാക്കിൽ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പം നമ്മൾ റോഡിൽ നിന്ന് തന്നെ ആ പാർക്കിംഗ് സ്പേസിൽ നമുക്ക് കയറാൻ പറ്റും, തിരിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാഗ്നസ്കേപ്സിന് വലിയ ബോർഡ് കണ്ടുമ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് പാർക്കിംഗ് സ്പേസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ചില സമയത്ത് ഇവിടെ വണ്ടി ഉണ്ടാവുക, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം കയറി കഴിഞ്ഞ് ഇറക്കുമ്പോൾ ചില ചേട്ടന്മാർക്കും ഒരു വിഷമമാണല്ലോ, ചേച്ചിമാർക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ ഇടയ്ക്കൊക്കെ ബ്രേക്കൊക്കെ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. താങ്ക് യു.